എൻ്റെ 8 മണി മുതൽ ഉച്ച ഒരു 2 മണി വരെയുള്ള സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ 8 മണിക്ക് വന്ന് ഫുഡെല്ലാം റെഡിയാക്കി മോളെ സ്കൂളിലേക്ക് അയച്ചിട്ട് തിരിച്ചു വന്ന് സ്കൂട്ടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ വെച്ചിട്ട് ബസ്സിൽ മൗലാന ഹോസ്പിറ്റലിലേക്ക് പോകാൻ റോഡ് ക്രോസ് ചെയ്ത പാസിംഗ് ഔട്ട് ഡേറ്റ് അടുത്തുകൊണ്ട് തന്നെ ക്യാമ്പും പരിസരവും ക്ലീൻ ആക്കുമെന്നാണ് ഇവരുടെ പരിപാടി. പിന്നെ അവരുടെ കുശലമൊക്കെ പറഞ്ഞ് ബസ് വന്നപ്പോൾ ടാറ്റയും കൊടുത്ത് ഞാൻ ബസ്സിൽ കയറി. ഡീഹൈഡ്രേഷൻ എന്ന പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം. ബസ്സിൽ വായി നോക്കി ഇരുന്നപ്പോഴാണ് ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂൾ കുട്ടി ഇരിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ ഞാനും ഇരുന്നിട്ടുള്ള ബസ്സിൻ്റെ ഫ്രണ്ട് ഇരുന്ന കാഴ്ചകളാണ് അടിപൊളിയാണ്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റാതെ പവനായി ശവമായി പെരിന്തൽമണ്ണ. കഴിഞ്ഞ ആഴ്ച മോളെയും കൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഓടി വന്ന് പരിചയപ്പെട്ടാണ് ഷാഹിദ്. എന്നെ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള ആളാണ്. പേരെന്താ? സബൂറ. സബൂറ സബൂറ നല്ലൊരു അമ്മാമ്മ. കുറേ വർത്താനം പറഞ്ഞ് പകുതി വഴിയിലിറങ്ങി. ഞാനിതാ എൻ്റെ സ്കൂട്ടി ഇരിക്കുന്ന സ്ഥലത്തെത്തി. ഭാഗ്യം ഹെൽമെറ്റ് അവിടെ തന്നെ ഉണ്ട്. 2 മാസം മുന്നേ ഒരു ഹെൽമെറ്റ് ഇതുപോലെ പോയതാണ്. അങ്ങനെ കോട്ടയസ് എത്തി. ആകെ വെയിലൊക്കെ കൊണ്ട് ഒരു അവസ്ഥയായി. നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ചോറും കഴിച്ച് ഒരു ഓറഞ്ച് ഇരുന്ന് അതും എടുത്ത് കഴിച്ചിട്ട് ടാനൊക്കെ അടിച്ച് വന്നതല്ലേ, വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുറേ ദിവസമായി വിചാരിക്കുന്ന ഫേസിൽ എന്തെങ്കിലും ഒന്ന് കടലമാവും തൈരും കൂടെ മിക്സാക്കി മുഖത്തൊക്കെ ഒന്ന് ഇട്ടിട്ട് ബാക്കി ജോലികൾ ചെയ്തു. യൂണിഫോമൊക്കെ കഴുകാനിട്ട് പിന്നെ പെയിൻറ്റും ബ്രഷൊക്കെ കുറച്ച് ദിവസമായി വൃത്തിയാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങാൻ ബെഡൊക്കെ റെഡിയാക്കി വെച്ച് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഫേസൊക്കെ കുറച്ച് മാറ്റമുണ്ട്. ടാൻ അടിച്ചൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആത്മസംതൃപ്തിയോടെ പോയി കിടന്നുറങ്ങാൻ പോകുന്നു. ടാറ്റ ബൈ ബൈ.